Ladies and gentlemen, this is Adarsh and welcome to my Kanedi. പള്ളിച്ചട്ടമ്പി ടോവിനോ തോമസിന്റെ പള്ളിച്ചട്ടമ്പി അങ്ങനെ കണ്ടു വന്നിരിക്കുകയാണ്. സോ ഈ സിനിമ കാണാൻ പലർക്കും പല റീസൺ ഉണ്ടാവും. ചിലവർ കയാദൂനെ കാണാൻ വേണ്ടി ഈ സിനിമ കാണുന്നവരുണ്ടാവും, ടൊവിനോനെ കാണാൻ വേണ്ടി സിനിമ കാണുന്നവരുണ്ടാവും. എന്നാൽ ഞാൻ വേറൊരു മുതലിനെ കാണാനാണ് പോയത്. അത് ആരാണെന്ന് ഈ സിനിമ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മനസ്സിലാവും. പ്രശാന്ത് അലക്സാണ്ടർ ഇന്റർവ്യൂവിൽ പറയുണ്ടായിരുന്നു ഈ സിനിമയിൽ ഒരു മുതലുണ്ട്, ആ മുതലിനെ കാണാനാണ് ഞാൻ പോയത്. ടൊവിനോ ആണോ ഇപ്പോ മലയാളം സിനിമയിലെ രക്ഷകൻ? ജസ്റ്റ് ലൈക്ക് തളപതി വിജയ് തമിഴ് സിനിമയിലെ രക്ഷകൻ പോലെ നമ്മൾ വിജയെ കളിയാക്കിണ്ടായിരുന്നു, വിജയ് രക്ഷകൻ റോൾസ് മാത്രമേ ചെയ്യൂന്ന്. എന്നാൽ ഇപ്പോ ടൊവിനോ ആണ് അങ്ങനെ. നാടിന്റെ രക്ഷകൻ, വീടിന്റെ രക്ഷകൻ, കാടിന്റെ രക്ഷകൻ, ഇപ്പൊ മണ്ണിന്റെ രക്ഷകൻ. അയ്യോ, ബോളിവുഡില് പൈത്യങ്ങളുണ്ട്, ഈ പാട്രിയോട്ടിസം പൈത്യങ്ങൾ. എന്നാൽ ഇതില് മണ്ണ് പൈത്യം. ഇമോഷൻസ് പറയുന്ന സാധനം ഒരിക്കലും ഫോഴ്സ്ഡ് ആവാൻ പാടില്ല. നമുക്ക് തോന്നണം, അല്ലാതെ നിങ്ങൾ കരഞ്ഞിട്ടേ തിയേറ്ററിൽ നിന്ന് പോകാൻ പാടുള്ളൂ പറഞ്ഞിട്ട് പുട്ടിന്റെ ഇടയിൽ തേങ്ങ കേറ്റുന്ന പോലെ ഇങ്ങനെ കേറ്റി തന്നാലും കരച്ചിൽ വരില്ല. ഇമോഷണൽ സീൻസിന്റെ ഏറും പിടി. എന്നാൽ അത് കണ്ടു കഴിഞ്ഞാൽ ഒരു തേങ്ങയും തോന്നില്ല. മണ്ണ് മണ്ണ് മണ്ണ്, മണ്ണിനെ രക്ഷിക്കണം, മണ്ണിനെ രക്ഷിക്കണം. വരണവനും പോണമെങ്കിൽ എല്ലാം ഇതന്നെ പറയാനുള്ളൂ. സി ദിസ് മൂവി ഈസ് ആക്ച്വലി ആ ഷെയ്ഖ്, ഒരു ഷെയ്ഖാണ്. പല സിനിമകളുടെ ഷെയ്ഖ്. ദേവര, നമ്മുടെ ജൂനിയർ NTRന്റെ ദേവര കണ്ടവർക്ക് അറിയാം. മലകള്, ആ മല മറ്റേതാണ്, ഈ മല മറ്റേതാണ്, അതിന്റെ ഒരു മിക്സ്. KGFന്റെ ഒരു മിക്സ്, പിന്നെ മറ്റേ താപ്പാനയുടെ ഒരു മിക്സ്, പോത്തൻ വാവയുടെ ഒരു മിക്സ്, മറ്റേ തങ്കമണിയുടെ ഒരു മിക്സ്, നരിവേട്ടയുടെ ഒരു മിക്സ്. സ്വന്തമായിട്ടൊന്നുമില്ല, എന്തിന്റെയൊക്കെ ഒരു മിക്സ്. സി ഐ ആം ഹൈലി ഡിസപ്പോയിന്റഡ് ആഫ്റ്റർ വാച്ചിങ് ദിസ് ഫിലിം. എനിക്ക് ഒരു ഹൈയും തരാത്തൊരു സിനിമയാണ് പള്ളിച്ചട്ടമ്പി അഥവാ ചർച്ച് റൗഡി. ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു ഈ സിനിമ. ഇതിലത്തെ ഡയലോഗ്സ്, ഈച്ച് ആൻഡ് എവറി ഡയലോഗ്സ് ഭയങ്കര ഡ്രാമാറ്റിക് ആയിരുന്നു. ആൻഡ് ഇതിലെ ആൾക്കാർ ഓവർ ആക്ടിങ്ങിന് PhD എടുക്കാൻ വേണ്ടി നിൽക്കുകയാണ്. ടൊവിനോന്റെ അജയന്റെ രണ്ടാം മോഷണമായാലും നരിവേട്ടയായാലും എനിക്ക് പേഴ്സണലി ഇഷ്ടപ്പെട്ട സിനിമയായിരുന്നു. ആളുടെ പെർഫോമൻസ് കിടുവായിരുന്നു. കമ്പയറിംഗ് ടു ഓൾ ദാറ്റ്, ഇത് അങ്ങേരെ വേർസ്റ്റ് പെർഫോമൻസ് ആയിട്ടാണ് പേഴ്സണലി എനിക്ക് തോന്നിയത്. സി ആളുടെ ക്യാരക്ടർ എങ്ങനെയാണെന്ന് വെച്ചാൽ, ഈ താപ്പാനയിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ അല്ലെങ്കിൽ പോത്തംബാവയിലെ മമ്മൂക്കയുടെ ക്യാരക്ടർ, അങ്ങനത്തെ ഒരു ക്യാരക്ടറാണ്. താപ്പാനയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ മുരളി ഗോപി അടിച്ചു കൊല്ലാൻ വേണ്ടിയിട്ടാണ് ചാമി നമ്മുടെ മമ്മൂക്കയെ കൊണ്ടുവരുന്നത്. ഇതിലെങ്ങനെയാണെന്ന് വെച്ചാൽ കമ്മ്യൂണിസം ഈസ് എ ബിഗ്ഗസ്റ്റ് എനിമി ഓഫ് ഗാഡ്. ഇപ്പൊ കുറെ മറ്റേ ക്രിസ്ത്യാനികൾ വന്നിട്ട് ഈ കമ്മ്യൂണിസ്റ്റുകാരെ തല്ലാൻ വേണ്ടി കൊണ്ടുവരുന്ന പള്ളിച്ചട്ടമ്പിയാണ് നമ്മുടെ ടൊവിനോ അണ്ണൻ. പള്ളിച്ചട്ടമ്പി എന്ന് പേരിട്ടിട്ട് ഇതിൽ രണ്ട് ഫൈറ്റ് സീക്വൻസേ ഉള്ളൂ. രണ്ടും ലോക നിർഗുണ സാധനം. ലോക നിർഗുണ സാധനം പറഞ്ഞാൽ ലോക നിർഗുണ സാധനം. നന്നായിട്ട് ഫൈറ്റ് സീക്വൻസ് എടുക്കാൻ അറിയണവരൊന്നുമില്ലേ? ആൻഡ് ഡിജോ ജോസ് ആന്റണി ബ്രോ, നമ്മൾ പടക്കം പൊട്ടിക്കൽ നിർത്തി പറഞ്ഞുകൊണ്ടാണോ നിങ്ങൾ തിയേറ്ററിൽ ഗുണ്ടി പൊട്ടിച്ചത്? മണ്ണ് മാത്രമേ ഉള്ളൂ ഈ പടത്തില്. എന്തെങ്കിലും ഒന്നും കുറച്ചും കൂടി കഴിഞ്ഞിട്ട് വെച്ചാൽ എല്ലാവരുടെ വായിലും ഒരു പിടി മണ്ണ് വാരിയിട്ടുണ്ടാവും. അതാണ് ഈ സിനിമയുടെ പ്രത്യേകത. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് ഭയങ്കര ഫ്ലാറ്റ് ആയിരുന്നു. ആൻഡ് സെക്കൻഡ് ഹാഫ് അതിലും താഴെയായിരുന്നു. ആകെ എനിക്ക് ഈ സിനിമയിൽ രണ്ട് പോസിറ്റീവ്സ് ആയി തോന്നി. ഒന്ന് കയാദു, ഷീ ഈസ് ഡാം ബ്യൂട്ടിഫുൾ. ആളെക്കാളും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു വേറൊരു നടി ഇല്ല എന്ന് പലപ്പോഴും തോന്നിപ്പോകും. അജാതി ലുക്കായിരുന്നു. ലുക്ക്, ഐ എം നോട്ട് സേയിങ് അബൌട്ട് പെർഫോമൻസ്, ലുക്ക് വൈസ് വേറെ ലെവലായിരുന്നു. ഒരു ക്ലോസ് ഷോട്ട് വെക്കേണ്ട ആളുടെ കണ്ണ് മാത്രം, അതന്നെ എജാതി കിടുവായിരുന്നു. ടൊവിനോയും അതേപോലെ തന്നെ കയാദും തമ്മിലുള്ള റൊമാൻസ് ക്രിഞ്ച് ഫെസ്റ്റ് ആയിരുന്നു. അവരെ കോംബോ കാണാൻ നല്ല രസമുണ്ട്. പക്ഷെ ഡയലോഗ്സ് ഒക്കെ കാണണം, അയ്യോ ക്രിഞ്ച് അടിച്ച് ചാവും. ഇതിൽ അവസാനം സക്കാവേ എന്നൊക്കെ കേറിയിട്ട് ബസ് കയറിയിട്ട് ടൊവിനോ വിളിക്കുന്ന ഒരു സീൻ ഉണ്ട്. അതിന്റെയൊക്കെ ആവശ്യകത എന്താന്ന് പോലും എനിക്ക് മനസ്സിലായിട്ടില്ല. ആൻഡ് നെക്സ്റ്റ്, ഈ സിനിമയത്തെ ഏറ്റവും വലിയ പോസിറ്റീവ്, പൃഥ്വിരാജ് സുകുമാരൻ ഓറ എന്താണെന്ന് അറിയണം, സ്ക്രീൻ പ്രസൻസ് എന്താണെന്ന് അറിയണം, ഡയലോഗ് ഡെലിവറി എങ്ങനെ ആയിരിക്കണം എന്ന് അറിയണോ? ജസ്റ്റ് വാച്ചിങ്. തൂക്ക് പറഞ്ഞ അടിപൊളി തൂക്ക്. അങ്ങേര് വരുന്ന സീൻസ് ഒക്കെ പീക്ക് സാധനമായിരുന്നു. ദാറ്റ്സ് ഫ്രം ദ വെരി ഫസ്റ്റ് സീൻ. അത് അങ്ങേരെ ഒരു ബ്ലേഡ് വേർഷനും അങ്ങേരെ കുറച്ച് ബാക്ക് ഷോട്ട് ഒക്കെ കാണിക്കുമ്പോൾ ജേക്സ് ബിജോയുടെ ഒരു മ്യൂസിക് ഉണ്ട്, പെട്ട സാധനമായിരുന്നു. അങ്ങനെ 1-2 പോർഷൻസിൽ മാത്രമാണ് ഇത് ജേക്സ് ബിജോയുടെ പടമാണെന്ന് വരെ തോന്നിച്ചത്. when his music works rather than a few portions, ആവറേജ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. പൃഥ്വിരാജ് മോനെ വേറെ ലെവല്. അങ്ങേര് വരുന്ന സീൻസ് ഒക്കെ കിടുവായിരുന്നു. കണ്ട് പഠിക്കുക. അതായിരിക്കണം സ്ക്രീൻ പ്രസൻസ്, അതായിരിക്കണം ഓറ. ടൊവിനോ അങ്ങനെ കുട്ടിക്കളിയും കളിച്ചിട്ട് കോമാളിത്തരം കാണിച്ച് നടക്കണതല്ല. അങ്ങേരും കൂടി ഇല്ലായിരുന്നെങ്കിൽ ഇത് ബിലോ ആവറേജ് സാധനം തന്നെ. അങ്ങേരുള്ളതുകൊണ്ട് ഇത് പിന്നെയും കണ്ടിരിക്കുക എന്നുള്ള ഒരു ലെവലായി. സ്റ്റിൽ
ഐ ആം ഹൈലി ഡിസപ്പോയിന്റഡ്. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫില് എന്തൊക്കെ പറയാൻ നോക്കിയിട്ടുണ്ട്. യൂഷ്വൽ ഡിജോ ജോസ് ആന്റണി പടം എന്തൊക്കെ പറയാൻ നോക്കിയിട്ടുണ്ട്. ആൻഡ് ഇത് നമുക്ക് ഭയങ്കര പ്രെഡിക്റ്റബിൾ ആയി. ഈ സിനിമയുടെ ഫസ്റ്റ് ഹാഫ് കാണുമ്പോൾ തന്നെ ഇതിന്റെ ഫുൾ സ്റ്റോറി നമുക്ക് മനസ്സിലാവും. ഇത് ഇങ്ങനെ ആയിരിക്കും, അങ്ങനെ ആയിരിക്കും ആ സീൻ എന്നൊക്കെ. അത് ഒരുവിധം നോർമൽ ആയിട്ട് ഒരാൾക്ക് മനസ്സിലാവുന്ന കാര്യം സെക്കൻഡ് ഹാഫിൽ കാണിച്ച സീൻസ് തന്നെ കാണിച്ച് എക്സ്പ്ലെയിൻ ചെയ്യാണ്. അപ്പോഴേക്കും പടം തീരാറായി. ആൻഡ് ടുവേർഡ്സ് ലാസ്റ്റ് ടെയിൽ എൻഡില് ഒരു ബുള്ളറ്റ് വരുന്നു, ഒരു മറ്റേ കുന്തം വരുന്നു, ടിങ്കു അടുത്ത പാട്ടിൽ വരാന്ന്. പ്ലീസ് സ്റ്റോപ്പ് ദിസ് നോൺസെൻസ്. ആക്ച്വലി ഒരു പാട്ടിൽ തീർക്കാൻ പറ്റുക തീർക്കുക, അല്ലെങ്കിൽ പടം എടുക്കാതിരിക്കുക. ഇത് എല്ലാ ചവറിനും ഇന്നത്തെ കാലത്ത് സെക്കൻഡ് പാർട്ട്, തേർഡ് പാർട്ട്, ഫോർത്ത് പാർട്ട്. സോ ടു മീ പേഴ്സണലി പള്ളിച്ചട്ടമ്പി ഈസ് എ ബിലോ ആവറേജ് പടം. പൃഥ്വിരാജ് ഉള്ളതുകൊണ്ട് മാത്രം ഞാൻ കണ്ടിരുന്നു, ഇല്ലെങ്കിൽ എന്നോ ഞാൻ ഇറങ്ങിപ്പോയനെ. എനിക്ക് ഒട്ടും സാറ്റിസ്ഫൈഡ് അല്ലാത്ത, ഒട്ടും ഹൈ മൊമെന്റ്സ് തരാത്ത ഒരു ഡോക്യുമെന്ററി വെല്ലുന്ന നാടകമാണ് പള്ളിച്ചട്ടമ്പി. ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഫൈറ്റ് സീക്വൻസ് മര്യാദയ്ക്ക് എടുത്തു വെക്കാൻ വയ്യാച്ച ഇതിന് പള്ളിച്ചട്ടമ്പി എന്നല്ല, സത്യവാൻ സാവത്രി എന്നായിരുന്നു പേരുണ്ടത്. സോ വേണ്ടവർ കണ്ടു നോക്കുക. മൂവീസ് അവൈലബിൾ ഓൺ തിയേറ്റേഴ്സ് നിയർ യു.